ഹായ് ഗൈസ്, ബിരിയാണി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മന്തിയാന്ന് തോന്നുന്നുണ്ടാവല്ലേ? പക്ഷേ അല്ല. നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്നിട്ട് ആകെ 2 മാസം ആയതേ ഉള്ളൂ. പിന്നെ ഒരു വീടെടുത്ത് നിൽക്കുമ്പോൾ എന്തായാലും കുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യത്തെ സൺഡേ ബിരിയാണി തന്നെ ആയിക്കോട്ടെ. ഉള്ളിയും തക്കാളിയും മുളകും മുറിച്ച് വെച്ചിട്ട് ഇഞ്ചി പേസ്റ്റ് ഇടുമ്പോഴാണ് റോഡിൽ ഭയങ്കര ഒച്ചയുണ്ടായത്. പുറത്ത് പോയിട്ട് നോക്കുമ്പോൾ കണ്ടതാണ് ഇത്. നമ്മളെ നാട്ടിൽ ഇതിനെ കാഴ്ച എന്നാണ് പറയല്. ഈടെ എന്തെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഈടെ വന്നിട്ട് ഏറ്റവും എനിക്ക് മനസ്സിലായത് ഇവിടെ കുറേ ദൈവവിശ്വാസിയുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ആഴ്ചക്കാഴ്ചയൊക്കെ എപ്പോഴും പൂജ ഉണ്ടാവും. പിന്നെ ഓൾമോസ്റ്റ് ആൾക്കാരും വെജിറ്റേറിയൻസും. പക്ഷെ നമ്മളല്ല കേട്ടോ, നമ്മൾ പ്യുവർ നോൺ വെജ്. അങ്ങനെ നമ്മൾ ചിക്കൻ നല്ല വൃത്തിയിൽ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ വെക്കാം. ഇനി നമ്മൾ ആക്കേണ്ടത് റൈസാണ്. ഏകദേശം ഒരളവ് വെച്ചിട്ട് അരി 2-3 ആലോട്ടം കഴുകി വെച്ച്. ബിരിയാണീൻ്റെ മെയിനായിട്ട് തന്നെ ചിക്കനാണല്ലോ. അത് നമുക്ക് ചിക്കൻ കുറച്ച് പൊരിച്ചെടുക്കാം. നല്ല മണം, കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും. പക്ഷേ തിന്നാൽ ഇവരെന്നെ ക്ലോസ് ആക്കും. അങ്ങനെ ചിക്കനാണ് നല്ല വൃത്തിക്ക് മൊരിയിട്ട്. തമിഴ്നാട് റൈസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേവും കാര്യമൊന്നും അത്രയ്ക്ക് വലിയ പിടിയൊന്നുമില്ല. സാധാരണ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണല്ലോ നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ്സെങ്കിലും നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അത് 2 ഗ്ലാസ് വെള്ളം തന്നെ ആയി. എങ്ങനെ വന്നാലും കേരള റൈസ് കിട്ടാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. അത് പിന്നെ അങ്ങനെ ആണല്ലോ, എല്ലാവർക്കും സ്വന്തം നാട്ടിലത്തെ ഫുഡല്ലേ ഇഷ്ടപ്പെടുമല്ലോ. പിന്നെ പറയാനുള്ളത് പാത്രത്തിനെ കുറിച്ചിട്ടാണ്. വളരെ കുറച്ച് പാത്രമേ നമുക്കിവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് വലിയ പാത്രമൊന്നും കിട്ടിയിട്ടില്ല. ചെറിയ വെള്ളം ചൂടാക്കുന്ന പാത്രത്തിലാണ് ബിരിയാണി വെച്ചത്. പക്ഷെ കുറച്ച് പണി വാളിപ്പോയി. ബിരിയാണി എന്തായി എന്ന് വെച്ചാൽ അടിക്ക് പിടിച്ചു. അത് പാത്രത്തിൻ്റെ കുഴപ്പമാണെന്നാണ് ബിരിയാണി ആക്കിയ ആൾ പറഞ്ഞത്. അങ്ങനെ റൈസ് ആയതിന് ശേഷം ബാക്കി മസാലേൻ്റെ പണിയെല്ലാം തുടങ്ങി. ഇപ്പോൾ ബിരിയാണീൻ്റെ 3/4 ഭാഗമെങ്കിലും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് വെച്ചിട്ടാകുമ്പം കല്യാണ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റെല്ലാം വന്നു. എൻ്റെ കയ്യിൽ ബിരിയാണിക്ക് നല്ല കോംബോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നാരങ്ങ വെള്ളമാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ സലാഡും നാരങ്ങ വെള്ളമെല്ലാം റെഡിയാക്കി. ബിരിയാണി അതിൻ്റെ ട്രഡീഷണൽ രീതിയിൽ വിളമ്പി കുറച്ച് അടിക്ക് പിടിച്ചെങ്കിലും സംഭവം നല്ല പാങ്ങുണ്ടായിന്. അപ്പം ഇന്നത്തേലും ഓക്കേടാ, ബൈ.